നമസ്കാരം ഹരിച്ചേട്ടാ. നമസ്തേ. ഹരിച്ചേട്ടാ, നമ്മുടെ കേരളത്തിലെ ഒരു എം എൽ എയുടെ മകൻ ഒരു മയക്കുമരുന്ന് കേസിൽ പെട്ടിരിക്കുക. അത് അങ്ങനെയല്ല, അയാൾ നിരപരാധിയാണ് എന്നൊരു വാദം വളരെ ശക്തമായിട്ട് ഒരു വശത്തുനിന്ന് ഉയർന്നിട്ടുണ്ട്. ഈ മകൻ ഇങ്ങനെ ഒരു കേസിൽ പെട്ടിട്ടില്ല, അത് ഉപയോഗിച്ചിട്ടില്ല എന്നൊക്കെയുള്ള ഒരു വാദവുമായി അമ്മ, എം എൽ എ ആയ അമ്മയും രംഗത്ത് വന്നിട്ടുണ്ട്. സത്യത്തിൽ ആ ചെറുപ്പക്കാരനല്ല, വാസ്തവം പറഞ്ഞാൽ കുട്ടിയാണ്, 10-20 വയസ്സേ ഉള്ളൂ. ആ കുട്ടി നിരപരാധിയാണോ? ഇതുപോലൊരു കള്ളക്കേസാണോ? ഈ പാർട്ടിയുടെ വിഭാഗീയതയാണ് അതിന് കാരണമെന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥ? ഇത് എക്സൈസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഒരു കേസാണിത്. ഈ കേസിൽ 9ാമത്തെ പ്രതിയായിട്ടാണ് MLA-യുടെ മകന്റെ പേര് നമ്മൾ കാണുന്നത്. ഇതിൻ്റെ ഒരു ഞെട്ടിപ്പിക്കുന്ന വസ്തുത എന്ന് പറയുന്നത്, ആദ്യം അവര് 90 ഗ്രാം ഒരു കൂട്ടം യുവാക്കളിൽ നിന്നും പിടിച്ചെടുത്തതായിട്ടാണ് പിന്നെ വാർത്ത പുറത്തു വന്നത്. പിന്നീട് ആ വാർത്ത വരുന്നത് അത് 3 ഗ്രാം എന്നുള്ളതാണ്. അപ്പൊ ഞാന് ഇതില് MLA-യുടെ മകൻ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് ഒരു വിഷയം. അദ്ദേഹത്തിന്റെ കൈവശം പിന്നെ മയക്കുമരുന്നൊന്നും ഇല്ലായിരുന്നു എന്നാണ് MLA പറയുന്നത്. അത് ശരിയായിരിക്കാം, അദ്ദേഹത്തിൽ നിന്നും എടുത്തതായിട്ട് റെക്കോർഡില്ലായിരിക്കാം. പക്ഷേ അവിടെ നമ്മൾ വരുന്ന ഒരു വളരെ പ്രാധാന്യമേറിയ മറ്റൊരു ചോദ്യവും മറ്റൊരു വിഷയവും. ആ വിഷയം എന്ന് പറയുന്നത്, കേരളത്തിലെ മയക്കുമരുന്ന് ലോബിക്ക്, മയക്കുമരുന്ന് കച്ചവടം നടത്തുന്ന ഒരു വലിയ കാർട്ടൽ, ഇംഗ്ലീഷിൽ അതിന് കാർട്ടൽ എന്നാണ് പറയുന്നത്. ആ കാർട്ടലിന് ഒരു രാഷ്ട്രീയ നേതാവിന്റെ മകനിലേക്ക് വരെ, അല്ലെ ആ മകനെ വരെ ആകർഷിക്കുന്ന ഒരു ഗാങ് ഉണ്ടാക്കാൻ അവർക്ക് കഴിഞ്ഞിരിക്കും. അതാണ് അതിനകത്തിലെ ഏറ്റവും ഗുരുതരമായ വിഷയം. ഒരു യുവാവിനെ എന്തൊക്കെയോ പറഞ്ഞ് പ്രലോഭിപ്പിച്ച് ആ കൂട്ടത്തിൽ കൊണ്ടുവന്നതായിരിക്കാം. ഞാൻ അതിലെ കുട്ടിയെ പിന്നെ പ്രത്യക്ഷമായിട്ട് ഇപ്പോൾ പിന്നെ അദ്ദേഹത്തിനെ ബ്ലെയിം ചെയ്യുന്നില്ല, അദ്ദേഹത്തിനെതിരെ ഞാനൊരു പരാതി ഉന്നയിക്കുന്നില്ല. പക്ഷേ അതേസമയം ഇത്തരം വസ്തുക്കൾ, മയക്കുമരുന്നും മദ്യവും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു കൂട്ടത്തിലേക്ക്, ഒരു ഗ്രൂപ്പിലേക്ക് ആ കുഞ്ഞ് ചെന്നുപെട്ടു എന്നുള്ളത് ഞാൻ വളരെ സീരിയസ് ആയിട്ടും വളരെ ഗൗരവത്തോടും ആണ് കാണുന്നത്. ഇത് എന്നെ സംബന്ധിച്ച് ഞാൻ ഈ വിഷയം നോക്കിക്കാണുന്നത്, കേരളത്തിൽ അതിശക്തരായ മയക്കുമരുന്ന് ലോബിക്ക് ആരുടെ വീട്ടിലേക്കും അവരുടെ കൈകൾ എത്തിച്ചേരാം. ഇന്നല്ലെങ്കിൽ നാളെ ആരും അവരിൽ നിന്ന് മുക്തരല്ല എന്നൊരു സൂചനയാണ് ഈ കേസ് നൽകുന്നത്. ഇപ്പൊ സാധാരണഗതിയിൽ ഒരു സാധാരണക്കാരുടെ കുടുംബത്തിലേക്കായിരിക്കും ഇത്തരം ആൾക്കാരൊക്കെ പലപ്പോഴും വളരെ വേഗത്തിൽ എത്തിച്ചേരുന്നത്. പക്ഷെ ഒരു MLA-യോ അല്ലെങ്കിൽ ഒരു ഉന്നത ഉദ്യോഗസ്ഥന്റെയോ കുടുംബത്തിലേക്ക് അവർക്ക് ആ കുട്ടികളെ ആകർഷിക്കാൻ അവരെപ്പോഴും പേടിക്കും. പക്ഷെ ഇന്നത്തെ കേരളത്തിലെ സാഹചര്യത്തിൽ ഒരു MLA-യുടെ മകന് പോലും രക്ഷയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ ബാക്കി കാര്യങ്ങളൊക്കെ തൽക്കാലം, അതിൽ രാഷ്ട്രീയ ഇടപെടൽ ഒരുപക്ഷെ ഉണ്ടാവാം. കാരണം ഇത് പിന്നെ എക്സൈസ് അല്ലെങ്കിൽ പോലീസൊക്കെ കേസ് രജിസ്റ്റർ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവിന്റെ പിൻബലമില്ലെങ്കിൽ ഇത്തരം കേസുകളിൽ മറുഭാഗത്ത് ഒരു രാഷ്ട്രീയ നേതാവിന്റെ മകനോ അല്ലെങ്കിൽ സുഹൃത്തോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത ഒരു വ്യക്തിയോ ഉണ്ടെങ്കിൽ പോലീസോ എക്സൈസോ ഒന്നും കേസ് രജിസ്റ്റർ ചെയ്യാൻ സാധാരണ കേരളത്തിൽ മടിക്കുമെന്നാണ് ഇതുവരെയുള്ള വസ്തുതകൾ വെച്ചിട്ട് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ ഈ കേസിൽ ഏതോ ഒരു ശക്തി, ഒരുപക്ഷെ സ്വന്തം പാർട്ടിയിലെ ആൾക്കാർ തന്നെ ആയിരിക്കാം, പ്രത്യേകിച്ച് CPM-ലെ ഒരു വിഭാഗീയതയുടെ പ്രശ്നം നിലനിൽക്കുമ്പോൾ കായംകുളം സീറ്റിൽ നിന്നും പ്രതിഭയെ മാറ്റാനായി ശ്രമങ്ങൾ നടക്കുന്നുണ്ടെന്നും അവർക്ക് സീറ്റ് നിഷേധിക്കുകയും മറ്റു ചിലരെ ആ തൽസ്ഥാനത്തേക്ക് കൊണ്ടുവരാനുള്ള ഗൂഢശ്രമങ്ങളുണ്ടെന്നും ഒക്കെ വാർത്തകളുണ്ട്. നമുക്കതിനെക്കുറിച്ച് അധികം വിശദാംശങ്ങൾ അറിഞ്ഞുകൂടെ. എങ്കിലും CPM-ലെ സമ്മേളനത്തോടനുബന്ധിച്ച് ഇത്തരം ഉൾപാർട്ടി പ്രശ്നങ്ങൾ ചർച്ചയാവുകയും പരസ്പരം ആക്രമിക്കാനുള്ള ശ്രമം നടക്കുകയൊക്കെ ചെയ്യും. ഇത് രണ്ടു ഇതിലുണ്ട്, രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, പാർട്ടിക്കുള്ളിൽ നിന്നും പ്രതിഭയ്ക്കെതിരെ നടക്കുന്ന ചില നീക്കങ്ങൾ അതിൻ്റെ പിന്നിലുണ്ടാകാം. പക്ഷെ അതിനേക്കാളൊക്കെ ഞാൻ ഗൗരവമായി കാണുന്നത് കേരളത്തിൽ മയക്കുമരുന്ന് ലോബിക്ക് കേരളത്തിൽ ഭരണകൂടത്തിലും സമൂഹത്തിലും ഉള്ള സ്വാധീനമാണ്. ഒരു കാര്യം കൂടെ ഞാൻ പറയാം. അതായത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മയക്കുമരുന്ന് NDPS എന്ന് പറയുന്ന ആക്ട് പ്രകാരം കേസെടുത്തിരിക്കുന്ന, ഏറ്റവും കൂടുതൽ കേസുകൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. ഞാൻ ഒരു മാധ്യമങ്ങളിൽ വന്ന വാർത്ത അനുസരിച്ച് 2022
ഇന്ത്യയിൽ NDPS ആക്ട് അനുസരിച്ച് രജിസ്റ്റർ ചെയ്ത കേസുകളിൽ ഏതാണ്ട് 30%, അതായത് 29.6% എന്തോ ആണ് കേരളത്തിലാണ്. അതാണ് ഒന്നാമത്തെ വസ്തുത. രണ്ടാമത്തെ ഞെട്ടിപ്പിക്കുന്ന വിവരം എന്ന് പറയുന്നത് 2016 തൊട്ട് ഉള്ള കണക്കെടുക്കുമ്പോൾ 2016 രജിസ്റ്റർ ചെയ്ത NDPS അനുസരിച്ച് രജിസ്റ്റർ ചെയ്ത കേസുകളുടെ ഏതാണ്ട് 350 ഇരട്ടി കേസുകളാണ് 2023 ആയപ്പോഴേക്കും. അതായത് നമ്മുടെ ഈ പിണറായി സർക്കാർ അധികാരം ഏറ്റെടുത്തതിന് ശേഷം ഇത്തരം കേസുകളുടെ എണ്ണം കുത്തനെ വർദ്ധിച്ചു. അതൊരു വസ്തുതയാണ്. അപ്പോൾ അതിൽ നിന്ന് ആർക്കും ഒഴിവില്ല. ഈ പറയുന്ന മയക്കുമരുന്ന് ലോബിയുടെ നീരാളി ഹസ്തങ്ങൾ ആരുടെ കഴുത്തിന് നേരെയാണ് നീളുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ചോദിച്ചോളൂ. തീർച്ചയായിട്ടും. ഇപ്പോൾ നമ്മൾ ആ കുട്ടിയുടെ കാര്യത്തിലേക്ക് വരാം. അതിനു മുമ്പ് അങ്ങ് ഈ മയക്കുമരുന്ന് ലോബിയെക്കുറിച്ച് പറഞ്ഞു. ഈ നമ്മുടെ സാധാരണ നിലയ്ക്ക് നമ്മുടെ നാട്ടിൽ ലഭ്യമായിരിക്കുന്ന ചില മയക്കുമരുന്നുകളൊക്കെ ഉണ്ട്. ഇന്നിപ്പോൾ കഴിഞ്ഞ ഒരു 8 വർഷം അല്ലെങ്കിൽ ഒരു 10 വർഷത്തിന് താഴെ, 10 ഇല്ല, ഒരു 8, 7, 6 അതിന് താഴെ വർഷങ്ങളിൽ നമ്മൾ വലിയ തോതിൽ രാസലഹരിയെക്കുറിച്ച് കേൾക്കുന്നു. സത്യത്തിൽ എന്താണ് ഈ രാസലഹരി? അതുകൊണ്ട് എന്താണ് ഇവരർത്ഥമാക്കുന്നത്? അതിൻ്റെ പ്രയോഗവും ഉപയോഗവും ഒക്കെ അവിടെ നിൽക്കട്ടെ. അത് ഉണ്ടാക്കുന്ന കുഴപ്പങ്ങളെക്കുറിച്ച് കൂടി ഒന്ന് വിശദീകരിച്ചാൽ കൊള്ളാം. അല്ല, ആ ഒരു വിഷയം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഈ കേരളത്തിൽ പിടിക്കുന്ന മയക്കുമരുന്നുകളിൽ ബഹുഭൂരിഭാഗവും രാസലഹരിയാണ്. ഞാനിപ്പോൾ തൽക്കാലം എനിക്ക് അതിന്റെ പേര് പറയാൻ യൂട്യൂബ് അനുവദിക്കാത്തത് കൊണ്ട് ഞാൻ അതിന്റെ എല്ലാം വിശദമായ പേരോ കാര്യങ്ങളോ പറയാൻ നിർവാഹമില്ല. പക്ഷേ ദക്ഷിണ അമേരിക്കയിൽ മാത്രം ലഭ്യമാകുന്ന ഒരു മയക്കുമരുന്ന്, അതുപോലെ തന്നെ തികച്ചും ലബോറട്ടറികളിൽ ഉണ്ടാക്കുന്ന രാസലഹരി, ഇത് രണ്ടുമാണ് കേരളത്തിൽ നിന്നും കിലോ കണക്കിന് അല്ലെങ്കിൽ പലപ്പോഴും ടൺ കണക്കിന് ഇവ രണ്ടുമാണ് കേരളത്തിൽ നിന്ന് പിടിക്കുന്നത്. സ്വാഭാവികമായിട്ടും പലരും തുടങ്ങുന്നത് ഒരു നമ്മുടെ നാട്ടിലൊക്കെ സാധാരണഗതിയിൽ ലഭ്യമാകുന്ന ഒരു മയക്കുമരുന്നിൽ നിന്നാണ്. മയക്കുമരുന്നല്ല, അത് പുകയില പോലെ ചേർത്ത് ഉപയോഗിക്കുന്ന അവിടെ തുടങ്ങി പിന്നീട് അത് അയാൾക്ക് പോരാതെ വരും. ലഹരിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ആദ്യം കുറഞ്ഞ തോതിലുള്ള ലഹരി കഴിക്കുന്ന ആളിന് ആ ലഹരി പിന്നീട് ആ ഉത്തേജകം കൊടുക്കുന്നില്ല. പിന്നീട് അയാൾ അടുത്ത ലഹരിയിലേക്ക് പോകും. അങ്ങനെ പടിപടിയായിട്ട് പോകുമ്പോഴേക്കും ഈ ലഹരി ഉപയോഗിക്കുന്ന വ്യക്തിക്ക് രാസലഹരി അത്യന്താപേക്ഷിതമാണ്. അതവിടെ നിൽക്കട്ടെ, അത് നമ്മൾ അതിന്റെ നിർമ്മാണവും അതിന്റെ ദോഷങ്ങളും ഒക്കെ ആ രീതിയിലുള്ള മെഡിക്കൽ എക്സ്പെർട്സ് ഒക്കെ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്ന വേറൊരു കാര്യം, ഇവിടെ കേരളത്തിലെ എന്തുകൊണ്ട്, ഇപ്പൊ ഞാൻ ആദ്യമേ തന്നെ കണക്കുകൾ പറഞ്ഞു, കേസുകളുടെ കണക്ക്. ആ കേസുകളുടെ കണക്കിലെ ഈ കേരളം എന്തുകൊണ്ടാണ് ഇത്രയധികം കേസുകൾ? ഇന്ത്യയിലെ ഏറ്റവും അധികം മയക്കുമരുന്ന് കേസുകളുള്ള 2 or 3 സംസ്ഥാനങ്ങളിൽ ഒരെണ്ണം കേരളമാണ്. അപ്പോഴെന്താണ് ഇതിന്റെ കാരണം? ഇതിന്റെ കാരണം എന്ന് പറയുന്നത് വളരെ ലളിതമാണ്. അതായത് 2 ഘടകങ്ങളാണ് പലപ്പോഴും മയക്കുമരുന്ന് ഒരു സംസ്ഥാനത്തേക്ക് ഒഴുകുന്നതിന്റെ കാരണം. ഇപ്പം ഇന്ത്യയിൽ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം പഞ്ചാബിലേക്കാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മയക്കുമരുന്ന് എത്തുന്നത്. അതിനൊരു കാരണമുണ്ട്, അതിന്റെ ജിയോഗ്രഫിക്കൽ ബോർഡറാണ്. അതായത് അതിന്റെ ഭൂമിശാസ്ത്രപരമായ കിടപ്പ്. പാകിസ്ഥാനുമായിട്ട് നിരവധി 100 കണക്കിന് കിലോമീറ്റർ അതിർത്തി പങ്കിടുന്ന ഒരു സംസ്ഥാനം എന്നുള്ള നിലയിൽ പാകിസ്ഥാനിൽ നിന്നും കള്ളക്കടത്തായി മയക്കുമരുന്ന് പഞ്ചാബിലേക്ക് എത്തിച്ചേർന്നു. അപ്പോൾ അതിന്റെ ഭൂമിശാസ്ത്രപരമായ കിടപ്പാണ് പഞ്ചാബിലേക്ക് മയക്കുമരുന്ന് ഒഴുകാനുള്ള കാരണം. പക്ഷെ കേരളത്തിൽ അങ്ങനെ അന്യരാജ്യങ്ങളുമായൊന്നും അതിർത്തി പങ്കിടുന്നില്ല. സ്വാഭാവികമായിട്ടും എന്തുകൊണ്ടാണ് കേരളത്തിൽ കുറയേണ്ടതല്ലേ? മയക്കുമരുന്ന് കേരളത്തിലേക്ക് എത്തേണ്ടത് കുറയേണ്ടതാണ്. കാരണം ഇവിടേക്ക് വളരെ ബഹുദൂരം സഞ്ചരിച്ച് വേണം ഇവിടെ എത്തേണ്ടത്. പക്ഷേ അങ്ങനെയല്ല കേരളത്തിൽ സംഭവിച്ചിരിക്കുന്നത്. കേരളത്തിൽ സംഭവിച്ചിരിക്കുന്നതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞ ആദ്യത്തെ ഘടകം, മയക്കുമരുന്ന് കച്ചവടക്കാർ കൂടുതൽ പഞ്ചാബിലേക്ക് ഒഴുക്കുന്നത്, ഒന്നാമത്തേത് ഭൂമിശാസ്ത്രപരമായ കിടപ്പ്. രണ്ടാമത്തേത് ഇപ്പോഴത്തെ കേരളത്തിലെ ഒരുപക്ഷെ കേരളത്തിലേക്ക് ഇവർ 100 കണക്കിന് ടൺ സാധനങ്ങൾ എത്തിക്കുന്നതിന്റെ കാരണം എനിക്ക് തോന്നുന്നത് അവർക്ക് അനുകൂലമായ ഭരണകൂടം, അവർക്ക് ഭരണത്തിലും സമൂഹത്തിലുമുള്ള മാന്യത, സ്വാധീനം, ഇതൊക്കെയാണ്. അപ്പോൾ ഭൂമിശാസ്ത്രപരമായി കേരളത്തിന് മയക്കുമരുന്ന് കടത്താനുള്ള സാഹചര്യം കുറവാണെങ്കിലും ഞാൻ ഈ പറഞ്ഞ ഭരണകൂടത്തിൽ നിന്നും അല്ലെങ്കിൽ സമൂഹത്തിൽ നിന്നും അവർക്ക് ലഭ്യമാകുന്ന ചില ആനുകൂല്യങ്ങളാണ് അവരെ കേരളത്തിൽ വളരാൻ സാഹചര്യം ഉണ്ടാക്കുന്നത്. ചോദിച്ചോളൂ.
സമുദ്രതീരത്ത്, അതായത് പ്രത്യേകിച്ചും അറബിക്കടലിൽ, അതുപോലെ ഇപ്പുറത്ത് ബംഗാൾ ഉൾക്കടലിലും ഒക്കെ ടൺ കണക്കിന് മയക്കുമരുന്നാണ് നമ്മുടെ നേവിയും കോസ്റ്റ് ഗാർഡും ഒക്കെ പിടിച്ചെടുത്തത്. അത് അങ്ങയുടെ ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ടാകും. ഇത് ഒരു പക്ഷേ കേരളത്തിലേക്ക് വരുന്നതാണോ? അങ്ങനൊരു സംശയമുണ്ട്. അതായിരുന്നു എൻ്റെ ചോദ്യം. ഒപ്പം അതിനോടൊപ്പം ആ നമുക്ക് എം എൽ എയുടെ മകൻ്റെ കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. നമ്മുടെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഈ വാസ്തവത്തിൽ ഞാൻ ഈ എം എൽ എയുടെ മകൻ്റെ ആ വിഷയത്തിൽ അതിനകത്തൊരു രാഷ്ട്രീയമുണ്ട് എന്ന് നമുക്ക് ഏതാണ്ട് മനസ്സിലായി. ഇനി ആ കുട്ടിയെ നിരപരാധിയാണ് ആ കുട്ടിയെങ്കിൽ അത് മനഃപൂർവ്വം, എനിക്ക് തോന്നുന്ന കേസ് 2 ദിവസത്തിനകം കോടതിയിൽ വരുമെന്ന് തോന്നുന്നു. എം എൽ എ വളരെ രൂക്ഷമായിട്ടൊക്കെ പ്രതികരിച്ചിട്ടുണ്ട്. എന്താണ് അങ്ങേക്ക് എന്ത് തോന്നുന്നു? അത് ഈ കുട്ടി നിരപരാധിയാകാനാണോ സാധ്യത? ആ വിഷയത്തിൽ ഞാൻ അത്ര അതിനെ അങ്ങ് ലഘൂകരിക്കുന്നില്ല. ഒരു ഭരണകൂടം അല്ലെങ്കിൽ ഒരു പോലീസോ എക്സൈസോ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെന്തായാലും ഇവിടെ കൂടിയിരുന്ന ആൾക്കാരെ അറസ്റ്റ് ചെയ്തല്ലോ, അവരിൽ നിന്ന് ചെറിയ തോതിലെങ്കിലും മയക്കുമരുന്ന് പിടിച്ചെടുത്തല്ലോ. പിന്നെ ആ ഒരു സാഹചര്യത്തിൽ ഞാൻ എം എൽ എ പറയുന്നത് പൂർണ്ണമായിട്ടും ഉൾക്കൊള്ളാൻ ഞാൻ തയ്യാറല്ല. അവിടെ പോലീസ് പറയുന്നതിനും തീർച്ചയായിട്ടും ഒരു ഘടകമുണ്ട്. ഞാൻ ആ പ്രദേശത്ത് അന്വേഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ ഞാൻ തൽക്കാലം അത് പൂർണ്ണമായിട്ട് ഞാൻ പറയുന്നില്ല. അപ്പോൾ അത് അങ്ങനെ അങ്ങ് നിരപരാധിയാണെന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ നമ്മൾ ഒരു യുവാവിനെ തീർച്ചയായിട്ടും അങ്ങനെയുള്ള ചില കൂട്ടായ്മകളിൽ നിന്നും അയാളെ പുറത്തു കൊണ്ടുവരാനാണ് ശ്രമിക്കേണ്ടത്. അതിനെ തീർച്ചയായിട്ടും അദ്ദേഹത്തിനെ അപമാനിക്കുന്നത് ശരിയല്ല എന്നുള്ള അഭിപ്രായം തന്നെയാണ് ഞാൻ. പക്ഷേ പ്രശാന്ത് മുമ്പൊരു ചോദ്യം ചോദിച്ചു കേരളത്തിന്റെ തീരത്തോടുള്ള മയക്കുമരുന്ന് കടത്തിനെ കുറിച്ച്. 2023 ഏതാണ്ട് 15,000 കോടി രൂപ വില വരുന്ന മയക്കുമരുന്ന് കൊച്ചിയുടെ തീരത്ത്, കൊച്ചിയിൽ നിന്നും ഏതാനും കിലോമീറ്റർ അകലെ അറേബ്യൻ കടലിൽ നിന്നും ഇന്ത്യൻ നേവിയും അതുപോലെ നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോയും ചേർന്ന് പിടിച്ചെടുത്തിരുന്നു. ഒരുപക്ഷെ ഇന്ത്യയുടെ തന്നെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഡ്രഗ് ഹോൾസിലൊന്നായിരിക്കും അതെന്നാണ് മയക്കുമരുന്ന് വേട്ടയായിരിക്കും അതെന്നാണ് കരുതപ്പെടുന്നത്. പിന്നെ രണ്ടാമത്തേത് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം, ഈ മയക്കുമരുന്ന്, അതുപോലെ തീവ്രവാദം, അതുപോലെ പിന്നെ സ്വർണ്ണക്കടത്ത്, ഇത് മൂന്നും ബന്ധപ്പെട്ടതാണ്. ഇത് എൻ്റെ മാത്രം അഭിപ്രായമല്ല. കൊച്ചിയിൽ വെച്ച് 2021 ഇന്ത്യൻ നേവി തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ മയക്കുമരുന്ന് കച്ചവടത്തിലൂടെ വരുന്ന പണം തീവ്രവാദ പ്രവർത്തനങ്ങളിലേക്കാണ് പോകുന്നതെന്ന്. അതുപോലെ നിങ്ങൾ ഓർക്കുന്നുണ്ടാകും, ഒരു കൊല്ലത്തിന് മുമ്പ് ശ്രീലങ്കയിലെ ഈസ്റ്റർ ബോംബ് സ്ഫോടനം. ആ ഈസ്റ്റർ ബോംബ് സ്ഫോടനങ്ങളിൽ നിരവധി പേർ കൊല്ലപ്പെട്ടു. അന്ന് ശ്രീലങ്കയുടെ പ്രസിഡന്റ് ആയിരുന്ന പ്രസിഡന്റ്, അദ്ദേഹത്തിന്റെ പേര് ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നില്ല, അദ്ദേഹം വളരെ കൃത്യമായിട്ട് ഒരു പ്രസ്താവന നടത്തിയിരുന്നു. അതായത് ഈ സ്ഫോടനങ്ങൾക്ക് ഫണ്ട് ചെയ്തിരിക്കുന്നത് മയക്കുമരുന്ന് ലോബിയാണ്. മനസ്സിലായി? അദ്ദേഹത്തിന്റെ പേര് മൈത്രിപാല സിരിസേന. ഞാൻ പെട്ടെന്ന് അത് എൻ്റെ ഓർമ്മയിൽ വന്നില്ല. അപ്പൊ മൈത്രിപാല സിരിസേന വളരെ കൃത്യമായി ഇത് പറഞ്ഞിരുന്നു. നമ്മുടെ കേരളത്തിൽ എത്തുന്ന മയക്കുമരുന്ന് കേസുകളിൽ അറസ്റ്റ് ചെയ്യപ്പെടുന്നത് ആഫ്രിക്കക്കാര്, അതായത് നൈജീരിയ, കെനിയ, അതുപോലെ ലോകത്തിലെ തന്നെ മയക്കുമരുന്നിനെ നിയന്ത്രിക്കുന്ന ദക്ഷിണ അമേരിക്കൻ കാർട്ടലുകളുടെ കൊളംബിയ, അതുപോലെ പെറു, ഗ്വാട്ടിമാല, ഇവിടെ നിന്നൊക്കെയുള്ള ആൾക്കാരാണ്. ഇവരൊക്കെ കേരളത്തിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള മയക്കുമരുന്ന് കൊണ്ടുവരികയും കേരളത്തെ മയക്കുമരുന്നിൽ മുക്കിക്കളഞ്ഞിരിക്കുകയാണ്. അപ്പം ഇതാണ് ഈ എം എൽ എയുടെ മകനും പിന്നെ ആ ഒരു കേസും ഒന്നും ഞാൻ നോക്കിയിട്ട് അതൊരു വലിയ വിഷയമൊന്നുമല്ല. പക്ഷേ അതൊരു സൂചനയാണ്, ഒരു ദിശ, ഒരു സൂചികയാണ്. കേരളം എങ്ങോട്ടാണ് പോകുന്നത്? ഇവിടെ ആർക്കും രക്ഷയില്ല. ഇവിടെ പഞ്ചനക്ഷത്ര ഹോട്ടലുകളിൽ പോലും മയക്കുമരുന്ന് വിൽപ്പന എന്ന് ഈ അടുത്ത സമയത്ത് കൊച്ചിയിൽ നിന്ന് ഒരു പഞ്ചനക്ഷത്ര ഹോട്ടൽ മയക്കുമരുന്ന് വിൽപ്പന നടന്നു എന്നൊരു വാർത്ത. ഇതാണ് നമ്മളെ ഞെട്ടിപ്പിക്കേണ്ടത്, ഇതാണ് ചിന്തിക്കേണ്ടത്. തീർച്ചയായിട്ടും അധികാരികളും ഉദ്യോഗസ്ഥന്മാരും ഭരണകൂടവും കൈകോർത്താൽ നമുക്ക് ഈ രാക്ഷസനെ നമ്മുടെ സമൂഹത്തിൽ നിന്ന് അടിച്ചോടിക്കാം, അതിൻ്റെ വേരെറുക്കാം. പക്ഷേ അവർ അതിന് തയ്യാറുണ്ടോ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. എന്തായാലും എം എൽ എയുടെ മകന് പോലും രക്ഷയില്ലാത്ത ഈ നാട്ടിൽ സാധാരണ പൗരന്മാർ എന്തു ചെയ്യും എന്നുള്ള ചോദ്യം അങ്ങനെ അവശേഷിക്കുകയാണ്. നമുക്ക് കാത്തിരുന്ന് കാണാം ഈ കാര്യത്തിൽ എന്താണ്. ഒരു പരിധി കഴിയുമ്പോൾ ജനം തന്നെ തെരുവിലേക്ക് ഇറങ്ങും. എന്തായാലും ഈ മയക്കുമരുന്നിൻ്റെ കാര്യത്തിൽ നമ്മുടെ നാട്ടിൽ ജനം തെരുവിലിറങ്ങേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു. നമുക്ക് കാത്തിരുന്ന് കാണാം എന്താണ് സംഭവിക്കാൻ പോകുന്നത്. നന്ദി. ശരി.